ജോൺ ബ്രിട്ടാസ് ഈയിടെ ഒരു കാര്യം പറയണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ ലോകം മൊത്തം എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ വികസനങ്ങൾ കൊണ്ടാടുമ്പോൾ ഇന്ത്യയിൽ പക്ഷേ കുംഭമേളയിൽ ആറാടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുംഭമേളയെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ എ ഐ ആറാട്ടവുമില്ല. പക്ഷെ ഇവിടെ ആറാടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൊണ്ടുള്ള ആറാട്ടാണ്. എല്ലാ ആളുകളും ദിവസവും രാവിലെയും വൈകുന്നേരവും അതിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്നുള്ള പേരിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും ഇടതു പാർട്ടികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ സ്വത്തുക്കളുള്ള വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ആ സമ്പന്നതയുടെ ഭാഗം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി വീതിച്ചു കൊള്ളുന്ന ഒരു സോഷ്യലിസ്റ്റ് നിലപാടാണ് അവർ പലപ്പോഴും ഉന്നയിക്കാറ്. പക്ഷെ കേരളത്തിൽ കാണുന്നത് അത് നേരെ തിരിച്ചാണ്. കാരണം പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ മുതലാളിയിലേക്ക് എത്താമെന്നൊരു വിരുദ്ധമായ ഒരു കാര്യം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അങ്ങയുടെ ചോദ്യത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് നിർമ്മിതി ബുദ്ധി, AI, രണ്ട് സോഷ്യലിസം. ആദ്യം നമുക്ക് നിർമ്മിതി ബുദ്ധിയെ കുറിച്ച് പറയാം. ഈ ജോൺ ബ്രിട്ടാസിന്റെ ഒരു നിരീക്ഷണമാണ്, ലോകമാകെ നിർമ്മിതി ബുദ്ധിയിൽ ആറാടുമ്പോൾ ഇന്ത്യ കുംഭമേളയിൽ ആറാടുന്നു. പക്ഷെ അദ്ദേഹം നിരീക്ഷിക്കാൻ മറന്നു വരികയാണ്, കേരളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ ആറാടുകയാണ്. ലോകം നിർമ്മിതി ബുദ്ധിയിൽ ആറാടുമ്പോൾ കേരളത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ചാണ് വിദേശ മദ്യം ഇവിടെ നിർമ്മിക്കുക എന്നുള്ളത്. പിന്നെ വേറൊരു തമാശ കൂടി പറയാം. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിർമ്മിതി ബുദ്ധിയിൽ നമ്മുടെ അതിർത്തികളിലൊക്കെ ഇനി റോബോട്ടുകൾ വരാൻ പോവാണ്. ഈ റോബോട്ടുകളായിരിക്കും സൈനികർക്ക് വരെ യുദ്ധം ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ അതിന് സമാനമായിട്ട് ഓൾറെഡി നമുക്ക് ജവാന്മാരെ ഉണ്ടാകും. ജവാൻ എന്ന് പറഞ്ഞൊരു മദ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ബുദ്ധിയിൽ വന്ന് നിർമ്മിച്ച ഒരു സാധനമാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ നിരീക്ഷണം ഇങ്ങോട്ട് വന്നില്ല. കാര്യം അദ്ദേഹം പാർട്ടി താഴെത്തട്ടിലൊന്നും പ്രവർത്തിച്ച് പരിചയമില്ലാതെ വന്ന ഒരാളാണല്ലോ. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയാത്തത്. അപ്പം ഇവിടുത്തെ മദ്യ വ്യവസായത്തിന്റെ പ്രത്യേകത അതാണ്. ഇപ്പോൾ മദ്യ വ്യവസായത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം കേരളത്തിൽ മലയാളി ഒരു ദിവസം 6 മുതൽ 9 ലക്ഷം ലിറ്റർ വരെ മദ്യം കുടിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതിനകത്ത് ബ്യൂറോ ഒക്കെ വരുമെന്ന് പറയുന്നു. അതിൽ ഈ മദ്യത്തിൽ ഏകദേശം 42% മാത്രമേ മദ്യത്തിൻ്റെ അംശം, അതായത് ഈഥൈൽ ആൽക്കഹോൾ, C2H5OH എന്ന് പറയുന്ന ഓർഗാനിക് സംയുക്തമുള്ളൂ. ഇതാണ് ലഹരി പദാർത്ഥം. ബാക്കി 52% കുടിവെള്ളമാണ്. അപ്പോൾ ഈ 9 ലക്ഷം മദ്യത്തിൽ ഏകദേശം 5 ലക്ഷം ലിറ്ററോളം കുടിവെള്ളമാണ്. മറ്റൊരു കണക്കുള്ളത്, ഒരു കുടുംബത്തിന് ഒരു ദിവസം ആവശ്യമുള്ളത് 250 ലിറ്റർ കുടിവെള്ളമാണെന്നാണ്. ഏകദേശം 2100 കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഈ മദ്യത്തിലൂടെ വിൽക്കുന്നത്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ ഒരു പ്രധാന റോ മെറ്റീരിയൽ കുടിവെള്ളം തന്നെയാണ്. അപ്പോൾ ഈ കുടിവെള്ള ക്ഷാമം ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ വീണ്ടും ഒരു മദ്യ വ്യവസായശാല നിർമ്മിക്കാൻ പോകുന്നത്, പാലക്കാട്. കാരണം ഈ പാലക്കാട്ടെ കുടിവെള്ളക്ഷാമവും അവിടെ മലമ്പുഴ ഡാമിൽ നിന്നാണ് ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. പിന്നെ അവിടെ ഭാരതപ്പുഴയുടെ ചില കൈവഴികളുണ്ട്, യാക്കരപ്പുഴ, ചിറ്റൂർ പുഴ എന്നൊക്കെ പറഞ്ഞ് അവിടേക്കുള്ള ജലത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ മലമ്പുഴ ഡാമിൽ നിന്ന് വേണം ഈ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കും പാലക്കാട്ടേക്കുള്ള കുടിവെള്ളമൊക്കെ എത്തിക്കാൻ. അങ്ങനെ കുടിവെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമം. പിന്നെ ഈ കൊക്കക്കോള ഉണ്ടായിരുന്ന സമയത്ത് ഭൂഗർഭജലം ഊറ്റിയെടുത്തത് കാരണം അവിടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവലിനെ അത് കാര്യമായി ബാധിച്ചു. ആ ഭാഗത്ത് വീണ്ടും ഒരു മദ്യ വ്യവസായശാല വരികയാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള, ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊക്കെ ഒരു അംഗീകാരമുള്ള ഒരാളായിരുന്നു MP രാജേഷ്. അദ്ദേഹമൊക്കെ വന്ന് വളരെ ബാലിശമായി പറയുന്ന കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത്, ഒന്ന്, ഇത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചാണെന്നാണ്. ഈ മദ്യ വ്യവസായശാല കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ENA എന്ന് പറയുന്ന ആൽക്കഹോൾ ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഉപയോഗം മോട്ടോർ വാഹനങ്ങളിലെ ഫ്യൂവലിനോടൊപ്പം 20% ഈഥൈൽ ആൽക്കഹോൾ ചേർക്കാൻ ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഉപരിതല ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അത് മലിനീകരണം ഒഴിവാക്കുക, അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഉപഭോഗം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള വലിയ ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ കമ്പനി കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കോസ്മെറ്റിക്സ്, ഈ സൗന്ദര്യവർദ്ധക വ്യവസായത്തിൽ ഒരു വലിയ റോ മെറ്റീരിയലാണ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയലാണ്. അവർ മദ്യ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നില്ല. ഇത് മദ്യ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിച്ച് രാഷ്ട്രീയവും ഭരണവും നഷ്ടപ്പെട്ട ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ. ഈ വ്യവസായശാലയുടെ ഡയറക്ടർമാരുടെ ഒരാൾ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ജയിലിലായിരുന്നു. ഇതിന്റെ ഒരു ഡയറക്ടറുടെ സ്വത്ത് വിവരങ്ങൾ ED കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഈ കമ്പനി തന്നെയാണ്. ഈ കമ്പനിക്കെതിരെ പഞ്ചാബിനാണ് ഒരു കൂടുതൽ ഉപഭോഗം കൂടുതലുള്ള ഒരു സംസ്ഥാനം പഞ്ചാബാണല്ലോ. അവിടെ ധാരാളം പരിസര മലിനീകരണവും അന്തരീക്ഷ മലിനീകരണത്തിന് ധാരാളം വ്യവഹാരങ്ങൾ നേരിടുന്ന സ്ഥാപനമാണിത്. അപ്പം പിന്നീട് ഇവിടെ മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ ഇതിനെ ടാറ്റയോടാണ് ഉപമിച്ചത്. ടാറ്റ ഒരു സ്ഥാപനം നടത്താൻ വന്നാൽ നിങ്ങൾ അവരോട് ടെൻഡർ ചോദിക്കുമോ എന്നാണ് ചോദിച്ചത്. ടാറ്റയോടും ടെൻഡർ ചോദിക്കണം. വ്യവസായ നിയമം അനുസരിച്ച് ടാറ്റയോടും, എല്ലാ വ്യവസായം ടാറ്റയ്ക്ക് കൊടുത്താൽ പുതിയ വ്യവസായികളൊന്നും വരില്ല. അപ്പോൾ ടാറ്റയോടും ടെൻഡർ ചോദിക്കണം. ഈ ടാറ്റയ്ക്ക് സമാനമായിട്ടാണ് ഈ മദ്യ വ്യവസായിയെ ഇവിടെ ആളുകൾ താരതമ്യം ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം ഈ മദ്യ വ്യവസായശാലയുമായിട്ട് ഭരണകൂടത്തിന് ബന്ധം വരുന്നതിന് കാരണം എന്താണ്? അതിന് കാരണമായിട്ട് പറയുന്നത്, മദ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടണമെന്നാണ്.
ഈ കേരളത്തിലെ ഒരു നിത്യോപയോഗം ഇപ്പോൾ പാല് കർണാടകത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഈ നന്ദിനി എന്ന് നമ്മുടെ മിൽമ പോലെ ഒരു നന്ദിനി എന്ന് പറഞ്ഞ ഒരു പാലിൻ്റെ ഒരു ഉൽപ്പാദന കേന്ദ്രമുണ്ട്. അവരിവിടെ ഔട്ട്ലെറ്റ് തുറന്നപ്പോൾ നമ്മൾ പൂട്ടിച്ചു. കാര്യം അവരുടെ പാലിന് വില കുറവാണ്. വില കുറച്ച് കൊടുക്കാൻ നോക്കി. അവരുടെ പാലിന് വില കുറവാണ്. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അത് ഇവിടെ തുറക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പാല് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു വെറ്റിനറി ഡോക്ടറുണ്ട്, കൃഷി ഓഫീസറുണ്ട്, ധാരാളം കാർഷിക സർവകലാശാലകളും പ്രൊഫസർമാരും സെമിനാറും ഗവേഷണ പ്രബന്ധവും ഒക്കെ ഉണ്ട്. പക്ഷേ കറിവേപ്പില ഉൾപ്പെടെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതിയാണ് ചെയ്യുന്നത്, ഇല്ലേ? അതുപോലെ അരി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഈ നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു സ്വയം പര്യാപ്തതയുടെ ഒരു പ്രഥമ പരിഗണന മദ്യത്തിന് സർക്കാർ നൽകുന്നതിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, ഈ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഈ മദ്യവുമായിട്ടുള്ള കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു KM മാണി. അദ്ദേഹത്തിന്റെ അന്ത്യഘട്ടമൊക്കെ ഒരു മദ്യ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ദുരന്തത്തിലത് അവസാനിച്ചില്ലേ? ഈ മദ്യവുമായിട്ടുള്ള ബന്ധം, ഈ അമിതമായ ആവേശം, താല്പര്യം, ഇത് ഇനി അങ്ങ് ചോദിച്ച പോലെ രണ്ടാമത്തെ ചോദ്യം സോഷ്യലിസം. ഇത് ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നത്, ഞാൻ അങ്ങേക്ക് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് വരച്ചു കാണിക്കാം. നമ്മുടെ സമൂഹത്തിനെ നമ്മളൊരു ട്രയാങ്കുലർ പിരമിഡായിട്ട്, ഇങ്ങനൊരു പിരമിഡായി സങ്കല്പിച്ചാൽ ഇതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്കാണ് ഈ മദ്യം വിൽക്കുന്നത്. അമിതമായി ഈ മദ്യത്തിന്റെ ഏറ്റവും വലിയ ഉപഭോഗം നടക്കുന്നത് ഇവിടെയാണ് നടക്കുന്നത്. ഇതിന്റെ മേൽത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപഭോഗം ക്രമേണ കുറഞ്ഞുകൊണ്ടുവരും. അപ്പൊ ഈ താഴ്ത്തട്ടിലുള്ള, ഈ കീഴ്ത്തട്ടിലുള്ള ആരോഗ്യ പരിപാലന രംഗത്തും ക്ഷേമകാര്യങ്ങളിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇത് വിൽക്കുന്നത്. അവിടെ നിന്നാണ് ഈ സംസ്ഥാന സർക്കാർ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. മദ്യവും ലോട്ടറിയും വിൽക്കുന്നത് ഈ ട്രയാങ്കിളിൻ്റെ, ഈ പിരമിഡിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അവിടെ നിന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂവിൻ്റെ 25% ജനറേറ്റ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? മുകൾ തട്ടിലുള്ള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ കൊടുക്കാനുമൊക്കെ ഈ വരുമാനമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങ് പറഞ്ഞത് ഈ സോഷ്യലിസം ഇവിടെ റിവേഴ്സ് ഓർഡറിലാണ്. തീർച്ചയായിട്ടും ഈ സോഷ്യലിസം ഇവിടെ റിവേഴ്സ് ഓർഡറില്ല. സാധാരണ സമ്പത്ത് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സമ്പത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തിൽ അത് പുനഃക്രമീകരിച്ച് താഴെ തട്ടിലേക്ക് കൊണ്ടുവന്ന് സമ്പന്നന്മാരെയും ദരിദ്രരെ ഇല്ലാതാക്കുക. ക്ലാസ് വാർ ഇല്ലേ? വർഗയുദ്ധം, ക്ലാസ് വാർ ഒക്കെ നടത്തുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആളുകൾ നമ്മൾ ആലോചിക്കണം. ഈ നടക്കുന്ന ഇതിനകത്ത് അധാർമികതയുണ്ട്, നിയമരാഹിത്യമുണ്ട്. ഈ മദ്യം, നമ്മുടെ ഭരണഘടനയിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കണം എന്ന് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഭരണഘടന പറയുന്നുണ്ട് സംസ്ഥാന ഭരണകൂടങ്ങളോട് മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കണം, അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന്. അപ്പോൾ നമ്മളിത് ഉയർത്തിപ്പിടിക്കുന്നതാണ്, എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ നടപ്പാക്കുന്നത് അതിൻ്റെ വിപരീതവും. സാർ, അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഈ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ മദ്യം നിരോധിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതായത് മദ്യ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടി ബാറുകൾ നിരോധിച്ചൊരു സമയം. ആ സമയത്ത് ഇവർ പറഞ്ഞത് ഈ മദ്യത്തിന്റെ ഉപഭോഗം ഞങ്ങൾ കുറച്ചു കൊണ്ടുവരും, മാക്സിമം കുറയ്ക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. അന്ന് പ്രധാനപ്പെട്ട സിനിമാ നടിമാരൊക്കെ പരസ്യത്തിൽ വന്ന് ഒക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ബാറുകൾ കൂടുതൽ അനുവദിച്ചു, ബിവറേജസുകൾ കൂടുതൽ വന്നു, ഇത്തരം കാര്യങ്ങളാണ് വന്നത്. ഇപ്പൊ സാറ് പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്തെ പറ്റി അല്ലെങ്കിൽ ആരോഗ്യപരമായി വലിയ ബോധേഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല. എല്ലാ ഫുഡും കഴിക്കാം, ഏത് രീതിയിലും എന്താണ് ഈ മന്തിയും പിന്നെ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ്സും ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. മറുഭാഗത്ത് ഒരു ആരോഗ്യ മന്ത്രിയും ആരോഗ്യ മന്ത്രാലയവും ഉണ്ട്. നമ്മൾ ആരോഗ്യ രംഗത്ത് വളരെ ഉന്നതിയിലാണ് എന്ന് പറയും. ആശുപത്രി ഫെസിലിറ്റേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ ചോദ്യമാണ്. പക്ഷേ ആളുകളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താൻ ഒരു കാര്യം ഇവർ ചെയ്യുന്നില്ല. അതിൻ്റെ പറ്റി കൃത്യമായ പഠനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും കൂടുതൽ ആശുപത്രികളുടെ അടുത്ത് ഏറ്റവും നല്ല ആരോഗ്യമായിരിക്കില്ലല്ലോ സാർ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ മദ്യം ഈ സാധാരണക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവൻ്റെ ജീവിതവും ജീവിത നിലവാരവും ആരോഗ്യവും എല്ലാം തകരുകയാണ്. എന്നിട്ട് അവനിൽ നിന്ന് ഊറ്റിയിട്ടാണ് ഈ സാറ് പറഞ്ഞതുപോലെ ഈ മോൾത്തട്ടിലേക്ക് കൊടുക്കുന്നത്. അല്ലേ? ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഒരു സങ്കടം തോന്നും. ഈ ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. നമ്മുടെ ഇവിടെ ഈ മിക്കവാറും എല്ലാ ഈ ഒരുപക്ഷെ പതോളജി പുസ്തകങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന രോഗങ്ങൾ വരെ കേരളത്തിൽ വരാറുണ്ട്. നിപ്പ, H1N1 എന്നൊക്കെ പറഞ്ഞു. ഈ രോഗങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ള ഒരു വൈറോളജി ലാബ് നമുക്കില്ല. ഇപ്പോഴും സ്ഥാപിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് പൂർണ്ണമായ ഉത്തരവൊന്നുമില്ല. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഔഷധങ്ങളില്ല നമുക്ക് ഈ ഔഷധ മേഖലയിൽ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട് ധാരാളം ഔഷധ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാം. നമുക്ക് ആലപ്പുഴയിൽ തന്നെ ഒരു ഔഷധ നിർമ്മാണ കേന്ദ്രമുണ്ട്. അത് ഹൈവേ വഴി വരുമ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന കാണാൻ കഴിയും. അതുപോലെ നമുക്ക് ഓക്സിജന്റെ ലഭ്യത, കോവിഡ് സമയത്ത് നമ്മൾ കാണാൻ ഓക്സിജന്റെ ലഭ്യത ഇല്ലായിരുന്നു. ഇവിടെ മുന്തിയ ആരോഗ്യ രംഗം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നില്ലേ? അപ്പോൾ ഈ താഴെത്തട്ടിലുള്ള ആർക്കും അവിടെ പോയി ചികിത്സിക്കാൻ കഴിയുമില്ല. ഈ ലോട്ടറി കച്ചവടം നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഒരു പരസ്യമുണ്ട്. നിങ്ങൾ ലോട്ടറി വാങ്ങുമ്പോൾ ലോട്ടറി ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ലോട്ടറി വാങ്ങുമ്പോൾ ഭാഗ്യം മാത്രമല്ല പരീക്ഷിക്കുന്നത്,
സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിലും ക്ഷേമത്തിലും ഭാഗഭാക്കാവുകയാണ്. ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിപാലനവും ക്ഷേമവും ആവശ്യമുള്ള ഒരു വിഭാഗത്തിനോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളും അധാർമികതയും നിയമം വിരുദ്ധതയും അടങ്ങിയ ഒരു ട്രേഡ് നമ്മുടെ ഭരണകൂടം തന്നെ നടത്തുന്നതിനെതിരെ ഇതിനെ പ്രതിരോധിക്കാനോ എതിർക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ദൂഷ്യം അനുഭവിക്കുന്നത് ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ മദ്യപിക്കുമ്പോൾ ആ കുടുംബത്തിലെ 90% കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും കുട്ടികളുമാണ് അതിൻ്റെ ഇരകൾ. തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷിതത്വമുള്ള ജീവിതം, അവരുടെ സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ബാധിക്കുകയാണ് മദ്യപാനികളുടെ കുടുംബം. പിന്നീട് അവർ കുറെ കാലത്തിന് ശേഷം ഒരു മാറാ രോഗികളായിട്ട് മാറുന്നു. അപ്പോൾ ഈ രോഗമാകുന്നതും കേരളത്തിൽ ഇന്ന് ചിലർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒത്തിരി നന്മമരങ്ങൾ ഉയർന്നു വരും. ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു സപ്ലൈ ചെയിൻ പോലെ ഈ മദ്യ വ്യവസായം ഇങ്ങനെ നീണ്ടുപോകണം. ആരോ പറഞ്ഞ് മദ്യം വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വന്നാൽ ധാരാളം അനുബന്ധ വ്യവസായങ്ങൾ വരും, സ്പെയർ പാർട്സ്. അതുപോലെ ഒരാൾ പറഞ്ഞ് മദ്യം വന്നു കഴിഞ്ഞാൽ പിക്കിൾ ഇൻഡസ്ട്രി, അച്ചാർ ഇൻഡസ്ട്രി കൂടും, ഈ പൗൾട്രി ഫാം, കോഴിമുട്ടയുടെ ഇൻഡസ്ട്രി കൂടും. അപ്പോൾ ഇതിനൊരു വലിയ വ്യവസായം, ആശുപത്രികൾക്ക് നല്ല ലാഭമാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് കേരളത്തിൻ്റെ ഒരു എക്കണോമി. കേരളത്തിൻ്റെ ഈ നികുതി ഇനം അല്ലാത്ത വരുമാനത്തിൽ കേരളത്തിലെ റവന്യൂവിനെ നികുതി എക്സെപ്റ്റ് നികുതി എന്നും ക്ലാസിഫൈ ചെയ്യാം. നികുതി അല്ലാത്ത വരുമാനത്തിന്റെ 70 മുതൽ 80% ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. മദ്യത്തിൽ കുറച്ച് മൂലധന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ലോട്ടറിയിൽ അതുകൂടിയില്ല. കാര്യം 400 രൂപയുടെ ടിക്കറ്റാക്കി 1 ഗ്രാം പേപ്പറാണ്. പിന്നെ അതിനകത്ത് കുറച്ച് മോഹം, ആഗ്രഹങ്ങളും ഭാഗ്യം ഒളിപ്പിച്ചു വെച്ച് സർക്കാർ തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ചൂതാട്ടത്തിന് പ്രോത്സാഹിപ്പിക്കാം. അതൊരു ചൂതാട്ടം തന്നെയാണ്. ഇതിന്റെ നിയമവശങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചൂതാട്ടത്തിന്റെ പരിധിയിൽ തന്നെ വരും. പിന്നെ സർക്കാർ ഇതിന്റെ മധ്യസ്ഥത വഹിക്കുന്ന കാരണവും സർക്കാരിന്റെ ഒരു റവന്യൂ ആയ കാരണവും ഇതിനെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഇതിനകത്ത് എങ്ങനെ ഇടപെട്ട് തീരുമാനം എടുക്കും എന്നുള്ളത് വേറൊരു ചോദ്യം. അതിനാണ് സംഭവിക്കുന്നത്. അതെ, എന്തായാലും ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അതായത് ടോള് വരുന്നു, കേന്ദ്രം ടോള് പിരിക്കുന്നുണ്ട്, കേരളം ടോള് പിരിക്കുന്നില്ല. അതായത് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, ആരാണ് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്, ഞങ്ങൾ ടോളൊന്നും പിരിക്കുന്നില്ല, ഞങ്ങൾ യൂസർ ഫീ മാത്രമാണ് പിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും അങ്ങയുടെ ഈ വിലപ്പെട്ട കാര്യങ്ങൾ, ഇത് നമ്മുടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ഒരുപാട് ആളുകളുണ്ട്, അത്തരക്കാർക്ക് കൂടി കണ്ണു തുറപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി.